വെൽക്കം ടു മിസ് ഫാം 9th സ്റ്റാൻഡേർഡിൻ്റെ കെമിസ്ട്രിയിലെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് സെക്ഷൻ എന്ന് പറയുന്നത് 4 ക്വസ്റ്റ്യൻസ് ആണ് അറ്റൻഡ് ചെയ്യേണ്ടത്. 1 തൊട്ട് 5 വരെയുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. സോ ഫസ്റ്റ് വൺ, ദ കെമിക്കൽ ആൻഡ് ഫിസിക്കൽ പ്രോപ്പർട്ടി ഓഫ് എലമെൻറ്റ്സ് ആർ പീരിയോഡിക് ഫംഗ്ഷൻ ഓഫ് ദെയർ ഡാഷ്. ആധുനിക ആവർത്തന നിയമമനുസരിച്ച് മൂലകങ്ങളുടെ രാസഗുണകങ്ങളും ഭൗതിക ഗുണങ്ങളും അവയുടെ ഡാഷിൻ്റെ ആവർത്തന ഫലമാണ്. അറ്റോമിക് നമ്പർ അല്ലെങ്കിൽ അറ്റോമിക് നമ്പറിൻ്റെ ആവർത്തന ഫലമാണ്. നെക്സ്റ്റ് വൺ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ദ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ. താഴെ തന്നിരിക്കുന്നവയിൽ സമീകൃത സമവാക്യം ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ നമ്മൾ 8th സ്റ്റാൻഡേർഡിൻ്റെ സബ്ജക്റ്റിലെ പോർഷനിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, എങ്ങനെയാണ് ഈ ഒരു ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ നമ്മൾ കാണുക എന്നുള്ളത്. അപ്പോൾ വേണമെങ്കിൽ ആ ചാപ്റ്ററിൽ കുറേ എക്സാമ്പിൾസ് ചെയ്തുള്ളത് നമ്മൾ അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ അറിയാത്ത ആൾക്കാർക്ക് അതൊന്ന് റെഫർ ചെയ്യാം. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ 2mg + O2 gives 2mgO, അതാണ് ഇക്വേഷൻ. കാരണം 2mg ഉണ്ട്, അത് പ്രൊഡക്റ്റ് നമ്മൾ എന്തൊക്കെയാണോ റിയാക്റ്റൻ്റ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ പ്ലസ് ഇട്ട് എഴുതുന്ന ഭാഗത്തിന് നമ്മൾ റിയാക്റ്റൻ്റ് എന്ന് പറയും. എന്തൊക്കെയാണോ ആഡ് ചെയ്യണത് അവരുടെ എണ്ണവും തിരിച്ച് ഏരോ കഴിഞ്ഞ് കിട്ടുന്ന എണ്ണവും സെയിം ആവണം. ഇവിടെ നോക്കുമ്പോൾ 2mg ഉണ്ട്, ആൻസറിൽ നോക്കിയാൽ അവിടെയും 2mg ഉണ്ട്. O2 ഉണ്ട്, അവിടെയും നോക്കിയാൽ O2 ഉണ്ട്. എങ്ങനെയാണ് മനസ്സിലാവണം O2 ഉണ്ടെന്ന്? ആ 2 എന്ന് എഴുതിയിരിക്കും. 2mgOയിലെ 2 എന്ന് പറയുന്നത് മാഗ്നീഷ്യത്തിനും അതുപോലെ ഓക്സിജനും ബാധകമാണ്. ഓക്കെ, ബാക്കി എല്ലാത്തിലും നോക്കുമ്പോൾ ഇപ്പോൾ ആദ്യത്തെ ഒരു എക്സാമ്പിൾ നോക്കിയാൽ mg + O2, അവിടെ mg ഒരെണ്ണം, ഉത്തരത്തിൽ mg ഒരെണ്ണം. O2 ഉണ്ട് എന്ന ഉത്തരത്തിൽ മീൻസ് റിയാക്റ്റൻറ്റിൽ O 2 എണ്ണം ഉണ്ടായിരുന്നു, പക്ഷേ ഏരോ കഴിഞ്ഞിട്ട് നമുക്ക് ഒരു ഓയേ ഉള്ളൂ. അപ്പോൾ അവിടെ ബാലൻസ്ഡ് അല്ല. ഓക്കെ, എണ്ണങ്ങൾ കറക്റ്റായിട്ട് വരണം. തേർഡ് വൺ, സോഡിയം ക്ലോറൈഡ് + സിൽവർ നൈട്രേറ്റ് ഗിവ്സ് സിൽവർ ക്ലോറൈഡ് + സോഡിയം നൈട്രേറ്റ്. വാട്ട് ടൈപ്പ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ ഈസ് ദിസ്? ഡബിൾ ഡീകമ്പോസിഷൻ. ഇതിനെ പറയുന്ന പേര് ദിവ്യഘടന രാസപ്രവർത്തനം എന്നാണ് കേട്ടോ. ഇനി ഫോർത്ത് വൺ, വിച്ച് ഈസ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് റിഗാർഡിംഗ് ഷുഗർ സൊല്യൂഷൻ. പഞ്ചസാര ലായനിയെ സംബന്ധിച്ചിട്ടുള്ള ശരിയായ പ്രസ്താവന ഏത്? ഷുഗർ സൊല്യൂഷൻ എന്ന് പറയുന്നത് നമുക്കറിയാം, ഷുഗറിൽ വെള്ളം ആഡ് ചെയ്ത് നമ്മൾ സൊല്യൂഷൻ ആക്കുന്നു. ഇത് ഏതാണ്? ഹോമോജീനിയസ് മിക്സ്ചറാണ്, ഏകാത്മക മിശ്രിതമാണ്. ഇനി ഫിഫ്ത്ത് വൺ, നൈട്രജൻ ഡയോക്സൈഡ് മഴവെള്ളത്തിൽ ലയിക്കുമ്പോൾ അവിടെ ലഭിക്കുന്നത് എന്താണ്? നൈട്രിക് ആസിഡ് ആണ്. വെൻ നൈട്രജൻ ഡയോക്സൈഡ് ഡിസോൾവ്ഡ് ഇൻ റെയിൻ വാട്ടർ ദാറ്റ് ഈസ് ഒബ്റ്റെയിൻഡ്. എന്താണ്? നൈട്രിക് ആസിഡ് HNO3. ഇനി ഈ ഒരു ബേസിക് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ നിങ്ങൾ പഠിച്ചു വെക്കുക കേട്ടോ. കാരണം റിപ്പീറ്റഡ് ആയിട്ട് ഇപ്പം നമുക്ക് സിലബസ് മാറിയിട്ടുണ്ടെങ്കിലും ടോപ്പിക്സ് ഇതൊക്കെ തന്നെ വന്നിരിക്കുന്നത്. അപ്പോഴൊക്കെ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഈ കാര്യങ്ങൾ കേട്ടോ. ആൻസർ ഇനി 4 ക്വസ്റ്റ്യൻ ഫ്രം 6 to 10. 6 to 10 വരെ അതിലേതെങ്കിലും 4 എണ്ണം അറ്റൻഡ് ചെയ്യാനാണ് പറയുന്നത്. എല്ലാത്തിനും 2 മാർക്കാണ് കേട്ടോ. ഡയഗ്രാമാറ്റിക്കലി റെപ്രസെൻറ്റ് ദ ഓർബിറ്റ് ഇലക്ട്രോൺ കോൺഫിഗറേഷൻ. അലുമിനിയാണ് ചോദിച്ചിരിക്കുന്നത്. അലുമിനിയത്തിൻ്റെ ഓർബിറ്റ് ഇലക്ട്രോൺ വിന്യാസം ചിത്രീകരിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എത്ര ഇലക്ട്രോൺസ് വരും എന്നുള്ളത് നമുക്ക് എങ്ങനെയാണ് മനസ്സിലാവുക? ഈ ഒരു അലുമിനിയത്തിൻ്റെ താഴെ 13, അതതിൻ്റെ അറ്റോമിക് നമ്പറാണ്. ഓക്കെ, ആ അറ്റോമിക് നമ്പറിൽ നിന്ന് മുകളിൽ എഴുതി 27, അത് അതിൻ്റെ മാസ് നമ്പറാണ്. അത് കുറയ്ക്കുക. 27 13 കുറയ്ക്കുക. അങ്ങനെ മാസ് നമ്പറിൽ നിന്ന് അറ്റോമിക് നമ്പർ കുറയ്ക്കുമ്പോൾ 14 കിട്ടും. അപ്പോൾ 14 ഇലക്ട്രോണാണ് അതിൽ വരിക എന്നുള്ളത് നമുക്കറിയണം. ഇനി ഓരോ ഷെല്ലിലും എത്ര ഇലക്ട്രോൺ വെച്ച് ഉണ്ടാവാം? ആദ്യത്തെ ഷെല്ല് K ഷെല്ല്, അതിൽ 2 ഇലക്ട്രോൺ. രണ്ടാമത്തെ ഷെല്ല് L ഷെല്ല്, അതിൽ ഈ 2 എണ്ണവും പിന്നെ 6 2sp എന്ന് പറയുമ്പോൾ 2ഉം 6ഉം കൂടി കൂട്ടുമ്പോൾ 8 ഇലക്ട്രോൺ വരെ ആവാം. അത്രേ പാടുള്ളൂ, അതിനൊക്കെ കൂടാൻ പാടില്ല. ഓക്കെ, അതിനൊക്കെ കുറവായാലും കുഴപ്പമില്ല. ഇനി മൂന്നാമത്തെ ഷെല്ല് M ഷെല്ല്, അതിൽ 2ഉം 6ഉം പിന്നെ 10ഉം 3s 3p 3d അങ്ങനെയാണ് അതിൽ 3 ഭാഗങ്ങൾ ഉണ്ടായിരിക്കുക. അപ്പോൾ അതിലുണ്ടാവുന്നത് 18 ഇലക്ട്രോൺ വരെ ഉണ്ടായിരിക്കാം. പിന്നെ നാലാമത്തത് അങ്ങനെ കൂടി വരും. ഏകദേശം ഒരു 4 വരെയുള്ള ഓർബിറ്റിൽ ഉള്ള എണ്ണങ്ങളിൽ നിങ്ങൾ പഠിച്ചു വയ്ക്കുക. അപ്പോൾ അതുപോലെ നമുക്കിവിടെ 14 എണ്ണം കൊടുക്കണമല്ലോ. കാരണം 27 13 കുറച്ചപ്പോൾ 14 കിട്ടി. ആദ്യത്തേൽ മാക്സിമം 2 പാടുള്ളൂ, നമ്മൾ കൊടുത്തു. രണ്ടാമത്തേൽ മാക്സിമം 8 പാടുള്ളൂ, അതും നമ്മൾ കൊടുത്തു. അപ്പോൾ ഇപ്പോൾ 10 ഇനി നമുക്ക് 4 ഇലക്ട്രോൺ കൂടിയല്ല കൊടുക്കാനുള്ളൂ. അത് ലാസ്റ്റ് ഷെല്ലിൽ 4 ഇലക്ട്രോൺ കൊടുക്കുക. അപ്പോൾ അവിടെ നമുക്ക് മൂന്നാമത്തെ ഷെല്ലിൽ നമുക്ക് 18 വരെ കൊടുക്കാം കേട്ടോ. അതിൽ നമ്മൾ 4 എണ്ണം കൊടുത്തു. അപ്പോൾ ഇപ്പം നമ്മുടെ 14 ഇനി നെക്സ്റ്റ് വൺ, മഗ്നീഷ്യം അറ്റോമിക് നമ്പർ 12. ഇലക്ട്രോൺ വിന്യാസം എഴുതുക. ഇത് ഏത് പീരിയോഡിക് ടേബിളിൽ ഏത് ഗ്രൂപ്പിലും പീരീഡിലും ഉൾപ്പെടുന്നു എന്ന് കണ്ടെത്തുക. അപ്പോൾ അവിടെ അറ്റോമിക് നമ്പർ 12 തന്നിട്ടുണ്ട്. ആദ്യം ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എഴുതണം. ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എന്തായിരിക്കും? 12 ആണ്. ആദ്യത്തെ ഷെല്ലിൽ 2 എണ്ണ പറ്റുള്ളൂ, അപ്പോൾ നമ്മൾ 2 എഴുതി. രണ്ടാമത്തെ ഷെല്ലിൽ 8 എണ്ണ പറ്റുള്ളൂ, അപ്പോൾ നമ്മൾ 8 എഴുതി. ഇപ്പോൾ നമ്മുടെ കയ്യിൽ 10 ഉണ്ട്. ഇനി 12 ആവാൻ 2ഉം കൂടി ബാക്കിയുള്ളൂ, അത് നമ്മൾ ലാസ്റ്റ് ഷെല്ലിൽ എഴുതി 2. അപ്പോൾ 282 അതാണ് നമ്മളതിൻ്റെ കോൺഫിഗറേഷനായിട്ട് എഴുതുക. വരയ്ക്കാൻ പറയുമ്പോൾ ഈ പിക്ചർ വരയ്ക്കണം. ഇനി അടുത്തതെന്ന് പറയുന്നത് ഫൈൻഡ് ദ പീരീഡ് ആൻഡ് ഗ്രൂപ്പ് ടു വിച്ച് ഇറ്റ് ബിലോങ്. ഇത് ഏത് പീരീഡിലാണ് ഏത് ഗ്രൂപ്പിലാണെന്ന് നോക്കണം. പീരീഡ് 3 ആണ്, ഗ്രൂപ്പ് 2 ആണ്. പീരീഡ് 3 ആവാനുള്ള കാരണം 3 ഷെല്ലാണ് വരുന്നത്. ഇപ്പോൾ 2 8 2
2 ആദ്യത്തെ ഷെല്ല്, പിന്നെ 8 രണ്ടാമത്തെ ഷെല്ല്, മൂന്നാമത്തെ ഷെല്ല് 2, അങ്ങനെ 3 ഷെല്ല് വരുന്ന കാരണം പിരീഡ് 3ആയി. ഗ്രൂപ്പ് 2 ആവാനുള്ള കാരണം ഏറ്റവും ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ അല്ലെങ്കിൽ ഏറ്റവും ലാസ്റ്റത്തെ ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ ആണോ അതാണ് അവിടുത്തെ പിരീഡ് എന്ന് പറയുന്നത്. ക്ലിയർ ആയില്ലേ? അതാണ് 2, ഗ്രൂപ്പ് 2 എന്ന് വന്നിരിക്കുന്നത്. 8th ക്വസ്റ്റ്യൻ, അമോണിയം ക്ലോറൈഡിൻ്റെയും സോഡിയം ഹൈഡ്രോക്സൈഡിൻ്റെയും ലായനികൾ ഒരു ടെസ്റ്റ് ട്യൂബിലെടുത്ത് ചൂടാക്കുന്നു. ഏത് വാതകമാണ് ഉൽപ്പാദിപ്പിക്കുന്നത്? ബി ക്വസ്റ്റ്യൻ, താപനില വർദ്ധിക്കുമ്പോൾ ഒരു രാസപ്രവർത്തനത്തിന്റെ നിരക്ക് വർദ്ധിക്കുന്നത് എന്തുകൊണ്ട്? സൊല്യൂഷൻ ഓഫ് അമോണിയം ക്ലോറൈഡ് ആൻഡ് സോഡിയം ഹൈഡ്രോക്സൈഡ് ട്രൈക്കൺ ഇൻ എ ടെസ്റ്റ് ട്യൂബ് ആൻഡ് ഹീറ്റഡ്. വിച്ച് ഗ്യാസ് ഈസ് പ്രൊഡ്യൂസ്ഡ്? അപ്പോൾ ആദ്യത്തെ ആ ഒരു ആൻസർ എന്ന് പറയുന്നത് ഏത് വാതകമാണ്? അമോണിയാണ് ഉണ്ടാകുന്നത്. ഇനി വൈ ഡസ് ദ റേറ്റ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ ഇൻക്രീസസ് ആസ് ടെമ്പറേച്ചർ ഇൻക്രീസസ്? അപ്പോൾ അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് ചൂട് കൂടുമ്പോൾ എന്തുകൊണ്ടാണ് ആ ഒരു പ്രവർത്തനത്തിൻ്റെ നിരക്ക് കൂടുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്തുകൊണ്ടായിരിക്കും? ചൂടാക്കുമ്പോൾ കണികകളുടെ ഗതികോർജ്ജം വർദ്ധിക്കുന്നു, ത്രെഷ്ഹോൾഡ് എനർജി കൈവരിച്ച തന്മാത്രകളുടെ എണ്ണം കൂടുന്നു, ഫലവത്തായ കൂട്ടിമുട്ടലുകളുടെ എണ്ണം കൂടുന്നു. ഇതിലേതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി. ഒന്നെന്താണ്? ചൂടാക്കുമ്പോൾ എന്ത് ചെയ്യും? അവരുടെ ആ ഒരു ഊർജ്ജം കൂടും. ഓക്കെ, വെൻ ദ റിയാക്ടൻസ് ആർ ഹീറ്റഡ് ദ കൈനറ്റിക് എനർജി ഓഫ് പാർട്ടിക്കിൾ ഇൻക്രീസസ്. അല്ലെങ്കിൽ എന്ത് നമുക്ക് എഴുതാം? അവിടെ ത്രെഷ്ഹോൾഡ്, അല്ലെങ്കിൽ നമ്മൾ പറയാറുണ്ട് അതിൻ്റെ ഒരു എനർജി, ചൂടാക്കുമ്പോൾ കിട്ടുന്ന ഒരു എനർജി ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ഇനി അതിലൊരു കൊളീഷൻ, എന്ത് സാധനം ചൂടാക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടി തട്ടി കൊളേറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ആ ഒരു കൊളീഷൻ കൂടുമ്പോഴും എന്ത് വരുന്നുണ്ട്? അവിടെ ആ റേറ്റ് ഇൻക്രീസ് ചെയ്യാൻ സാധ്യതയുണ്ട്. ഓക്കെ, ഏതെങ്കിലും ഒരെണ്ണം എഴുതിയാൽ മതി, അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ ഒന്ന് പഠിച്ചു വയ്ക്കുക കേട്ടോ. 9th ക്വസ്റ്റ്യൻ, ഹീറ്റ് ദ ബോയിലിംഗ് ട്യൂബ് കണ്ടെയ്നിങ് പൊട്ടാസ്യം പെർമാഗ്നൈറ്റ്. പൊട്ടാസ്യം പെർമാഗ്നൈറ്റ് ഒരു ബോയിലിംഗ് ട്യൂബിൽ ചൂടാക്കുന്നു. ഇൻസേർട്ട് എ ബേണിംഗ് മാച്ച് സ്റ്റിക്ക് ടു ദ മൗത്ത് ഓഫ് ദ ബോയിലിംഗ് ട്യൂബ്. വാട്ട് ഈസ് ദ ഒബ്സർവേഷൻ? എരിയുന്ന ഒരു തീപ്പെട്ടിക്കൊള്ളി ബോയിലിംഗ് ട്യൂബിൻ്റെ ഉള്ളിലേക്ക് കടത്തി വെക്കുന്നു. എന്ത് സംഭവിക്കുന്നു? മാച്ച് സ്റ്റിക്ക് ബേൺസ് ബ്രൈറ്റ്ലി. തീപ്പെട്ടിക്കൊള്ളി കത്തുന്നുണ്ട്. കാരണം എന്താണ്? വിച്ച് ഗ്യാസ് ഈസ് ഒബ്റ്റൈൻഡ്? ഏത് വാതകമാണ് ഉൽപ്പാദിപ്പിക്കുന്നത്? ഒരു തീപ്പെട്ടിക്കൊള്ളി കത്തുക, അല്ലെങ്കിൽ തീ ഇന്ന ആ ഒരു തീയിൽ നിന്ന് നല്ല ഊർജ്ജത്തിൽ കത്തുന്നുണ്ട്, നല്ല വെളിച്ചം വരുന്നുണ്ട് എന്നൊക്കെ പറയുമ്പോൾ അതിനർത്ഥം അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗ്യാസ് ഓക്സിജൻ ആയിരിക്കും. ഓക്കെ. 10th ക്വസ്റ്റ്യൻ, റൈറ്റ് ആൻ എക്സാമ്പിൾ ഫോർ അരോമാറ്റിക് ഹൈഡ്രോകാർബൺ. അരോമാറ്റിക് ഹൈഡ്രോകാർബണിനെ ഒരു ഉദാഹരണം എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഉദാഹരണമാണ് ബെൻസിൻ എഴുതാം, അല്ലെങ്കിൽ നാഫ്തലിൻ എഴുതാം. ഇതിലേത് വേണമെങ്കിലും എഴുതാൻ പറ്റും കേട്ടോ. ഇനി നെക്സ്റ്റ് 11 തൊട്ട് 15 വരെയുള്ള ക്വസ്റ്റ്യൻസ് ആണ്. 3 മാർക്ക് വീതമാണ്. അതിൻ്റെ സബ് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്, അപ്പോൾ അതിന് ഓരോന്നിനും ഓരോ മാർക്ക് വീതം കേട്ടോ. 11th ക്വസ്റ്റ്യൻ നോക്കാം. ഇലക്ട്രോൺ കോൺഫിഗറേഷൻ ഓഫ് എലമെൻറ്റ്സ് PQR ഗിവൺ. സിമ്പിൾസ് ആർ നോട്ട് റിയൽ. PQR എന്ന് പറയുന്നത് ശരിക്കുള്ള സിമ്പിൾ അല്ല. അപ്പോൾ മാഗ്നീഷ്യം, സോഡിയം അങ്ങനെ പറയുന്ന സിമ്പിൾ അല്ല, വെറുതെ എക്സാമ്പിളായിട്ട് കൊടുത്തിരിക്കുന്നതാണ്. അതിൻ്റെ 3 ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ കൊടുത്തിട്ടുണ്ട്. വിച്ച് ഈസ് ദ മോസ്റ്റ് സ്റ്റേബിൾ എലമെൻറ്റ് അമംഗ് ദിസ്? ഇവയിൽ ഏറ്റവും സ്ഥിരതയുള്ള മൂലകം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതെങ്ങനെ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ ഔട്ടർ ഷെല്ലിൽ 8 ഇലക്ട്രോൺ കറക്റ്റ് വരികയാണെങ്കിൽ അത് സ്റ്റേബിൾ ആണെന്നാണ് അർത്ഥം, സ്ഥിരതയുണ്ടെന്ന് അർത്ഥം. അപ്പോൾ ഇവിടെ 3 എണ്ണത്തിലും 8, ഏറ്റവും അവസാനം വരുന്നത് ഏതിലാണ്? 6ലാണ്. അപ്പോൾ ഏറ്റവും സ്റ്റേബിൾ, സ്ഥിരതയുള്ളത് 6നാണ്. ഇനി വാട്ട് ആർ ദ വാലൻസീസ് ഓഫ് ദ എലമെൻറ്റ്സ് PQ എന്നീ മൂലകങ്ങളുടെ വാലൻസികൾ എന്തൊക്കെയാണ്? P എന്ന് പറയുന്നത് 2 ആണ് വാലൻസി, Q എന്ന് പറയുന്നത് 1 ആണ് വാലൻസി. P എന്തുകൊണ്ടാണ് 2 ആവണത്? ഞാൻ പറഞ്ഞു ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 8 എങ്കിലും വേണം എന്നാണ് അവിടെ ഒരു സ്റ്റേബിൾ ആവുള്ളൂ. അപ്പോൾ P എടുക്കുമ്പോൾ അവസാനത്തെ ഷെല്ലിൽ 6 എണ്ണല്ലേ, അപ്പോൾ എത്ര എണ്ണം വേണം സ്റ്റേബിൾ ആവാൻ? 2 എണ്ണം. അപ്പോൾ അവിടുത്തെ വാലൻസി 2 എന്ന് എഴുതി. ഇനി Q എടുത്ത് നോക്കുമ്പോൾ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ നമുക്ക് എന്ത് വേണം? അവിടെ ഒരെണ്ണമാണ് കിടക്കുന്നത്. ആ ഒരെണ്ണം വിട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവിടെയുള്ളത് ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 8 ആണല്ലോ, അപ്പോൾ അതവിടെ എന്ത് ചെയ്യും? സ്റ്റേബിൾ ആവും. അപ്പോൾ 7 എണ്ണം ഇങ്ങോട്ട് കൊണ്ടുവന്ന് Q അവസാനത്തെ ഷെല്ലിൽ 8 ആക്കുകയാണോ നല്ലത്? ഒരെണ്ണത്തിന് വിട്ടു കൊടുക്കുകയാണോ നല്ലത്? ഒരെണ്ണത്തിന് വിട്ടു കൊടുക്കല്ലേ, ഒരെണ്ണല്ലേ കൊടുക്കണമല്ലോ. അപ്പോൾ Q വാലൻസി 1 വന്നു. ക്ലിയർ ആയില്ലേ? അപ്പോൾ അതാണ് അവിടുത്തെ വാലൻസി. ഇനി PQ എന്നിവ കൂടിച്ചേരുമ്പോൾ ഉണ്ടാകുന്ന സംയുക്തത്തിൻ്റെ രാസസൂത്രം എഴുതുക. റൈറ്റ് ദ കെമിക്കൽ ഫോർമുല ഓഫ് ദ കോമ്പൗണ്ട് ഫോംഡ് വെൻ P and Q കമ്പൈൻ. എന്തായിരിക്കും? Q2P എന്നായിരിക്കും അതിൻ്റെ ആ ഒരു ഇക്വേഷൻ എന്ന് പറയുന്നത്. 12th ക്വസ്റ്റ്യൻ, കാർബൺ പ്ലസ് 4 നൈട്രിക് ആസിഡ് ഗീവ്സ് H2O. H2O എന്ന് പറഞ്ഞാൽ വാട്ടറാണ്, പ്ലസ് കാർബൺ ഡയോക്സൈഡ് പ്ലസ് NO2, 4NO2 എന്ന് പറഞ്ഞാൽ നൈട്രജൻ ഡയോക്സൈഡ് ആണ്. സോ ഫൈൻഡ് ഔട്ട് ആൻഡ് മാർക്ക് ദ ഓക്സിഡേഷൻ നമ്പർ ഓഫ് കാർബൺ ഇൻ ദിസ് റിയാക്ഷൻ. ഈ രാസ സമവാക്യത്തിൽ കാർബണിൻ്റെ ഓക്സിഡേഷൻ നമ്പർ കണ്ടെത്തി അടയാളപ്പെടുത്താനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതെന്തായിരിക്കും? നമ്മൾ അതൊന്ന് മാറ്റി എഴുതണം. ഓക്സിഡേഷൻ നമ്പർ എഴുതുമ്പോൾ കാർബൺ അവിടെ പ്യുവർ ആയിട്ടുള്ള ഒരു എലമെൻറ്റ് ഫോമിലാണ് കിടക്കുന്നത്. അപ്പോൾ നമ്മൾ C0 എന്ന് എഴുതി, പ്ലസ് 4HNO3 അത് ഗീവ്സ് എന്ന് പറഞ്ഞിട്ട് 2H2 എഴുതി, പിന്നെ CO2 എഴുതി. അവിടെ CO2 എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമുക്കവിടെ 2 എണ്ണം ഉണ്ട്. കാർബൺ എന്ന് പറയുന്നത് ഒരു കാർബണിൻ്റെ ഓക്സിഡൈസേഷൻ എന്ന് പറയുന്നത് +2 ആണ്. ഓക്സിജൻ 2 എണ്ണം ഉള്ളതുകൊണ്ട് അവിടെ എന്ത് ചെയ്തു? +4 ആയിട്ട് എഴുതി, പ്ലസ് 4NO2.
ഇനി വാട്ട് ആർ ദ ഓക്സിഡൈസിങ് ഏജന്റ് ഇൻ ദിസ് റിയാക്ഷൻ? ഈ രാസപ്രവർത്തനത്തിലെ ഓക്സികാരി ആരാന്ന് ചോദിച്ചിരിക്കുന്നത്? അത് HNO3 ആണ്. ഓക്കെ, കാർബണിന്റെ ഒപ്പം കൂടിച്ചേർന്നത് HNO3 ആണല്ലോ, നൈട്രിക് ആസിഡ് ആണല്ലോ. അപ്പോൾ കാർബണിന്റെ ഇലക്ട്രോൺ അവിടെ കുറയാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരാളാണ്. അതിനാണ് നമ്മൾ ഓക്സിഡൈസിങ് ഏജന്റ് എന്ന് പറയുന്നത്. അവിടെ റെഡ്യൂസ് ആവുന്നുണ്ട് കാർബണിന്റെ ഇലക്ട്രോൺസ് എന്ന് പറയുന്നത്. ഇനി ഇപ്പോഴത്തെ നോക്കുമ്പോൾ നമുക്ക് ഇതിൻ്റെ HNO3 ഉള്ള അതേ എലമെന്റ്സ് സ്പെസിഫൈ ചെയ്ത് നമുക്ക് കിട്ടുന്നില്ല. ഓക്കെ, അപ്പോൾ അതിനും ഓക്സിഡൈസിങ് ഏജന്റ് ആവാനുള്ള ഒരു കാരണമായിട്ട് മാറുന്നു. 13th ക്വസ്റ്റ്യൻ, ലബോറട്ടറിയിൽ ക്ലോറിൻ വാതകം തയ്യാറാക്കുന്നതിനെക്കുറിച്ചുള്ള താഴെ പറയുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. റൈറ്റ് ദ ആൻസേഴ്സ് ഓഫ് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് ടു ദ പ്രിപ്പറേഷൻ ഓഫ് ക്ലോറിൻ. ആദ്യത്തെ, ക്ലോറിൻ വാതകം തയ്യാറാക്കാൻ ആവശ്യമായ രാസവസ്തുക്കൾ എന്തൊക്കെയാണ്? വാട്ട് ആർ ദ കെമിക്കൽ റിക്വയർഡ് ടു പ്രിപ്പയർ ക്ലോറിൻ ഗ്യാസ്? അത് വേണ്ടത് KMnO4 എന്ന് പറഞ്ഞാൽ പൊട്ടാസ്യം പെർമാഗ്നേറ്റ്, അതുപോലെ HCl ഹൈഡ്രോക്ലോറിക് ആസിഡ്. ഇനി ക്ലോറിൻ വാതകം ജലത്തിലൂടെ കടത്തിവിട്ടാണ് ശേഖരിക്കുന്നത്. എന്തുകൊണ്ട്? ക്ലോറിൻ ഗ്യാസ് ഈസ് കളക്റ്റഡ് ബൈ പാസിംഗ് ഇറ്റ് ത്രൂ വാട്ടർ. വൈ? ടു റിമൂവ് ഹൈഡ്രജൻ ക്ലോറൈഡ് ഫ്രം ക്ലോറിൻ ഗ്യാസ്. ക്ലോറിൻ വാതകത്തോടൊപ്പം പുറത്തു വരുന്ന ഹൈഡ്രജൻ ക്ലോറൈഡ് നീക്കം ചെയ്യാനാണ് അതിന് ഹെൽപ്പ് ചെയ്യുന്നത്. ക്ലോറിൻ വാതകം ഗാഢ സൾഫ്യൂരിക് ആസിഡിലൂടെ കടത്തിവിടുന്നു. എന്തുകൊണ്ടാണ്? ഈ ഒരു ക്ലോറിൻ്റെ ഗ്യാസ് എന്ന് പറയുന്നത് കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള സൾഫ്യൂരിക് ആസിഡിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്? പാസ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ റീസൺ എന്താണ്? ടു റിമൂവ് വേപ്പർ ഫ്രം ക്ലോറിൻ ഗ്യാസ്. ക്ലോറിൻ വാതകത്തോടൊപ്പം പുറത്തു വരുന്ന ജലബാഷ്പത്തെ നീക്കം ചെയ്യാൻ. അപ്പോൾ ആദ്യത്തെ എന്ന് പറയുന്നത് എന്താ? ടു റിമൂവ് ഹൈഡ്രജൻ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ജലത്തിലൂടെ കടത്തിവിട്ടു. അതുപോലെ സൾഫ്യൂരിക് ആസിഡ്, കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള സൾഫ്യൂരിക് ആസിഡ് അല്ലെങ്കിൽ ഗാഢമായ സൾഫ്യൂരിക് ആസിഡിലൂടെ കടത്തിവിടുന്നത് എന്തിനാണ്? അവിടുത്തെ വേപ്പർ എന്ന് പറയുമ്പോൾ അതിലുണ്ടായിരിക്കുന്ന ആ ഒരു ജലബാഷ്പം, ജലത്തിൻ്റെ തുള്ളികളോ വേപ്പേഴ്സോ ഉണ്ടെങ്കിൽ അതിനെയൊക്കെ എന്ത് ചെയ്യാനാണ്? നീക്കം ചെയ്യാനാണ്. 14th ക്വസ്റ്റ്യൻ, 90 ഗ്രാം ജലത്തിൽ 10 ഗ്രാം ഉപ്പ് ലയിപ്പിച്ച് എന്നിരിക്കട്ടെ. ലായനിയുടെ മാസ് പെർസെൻറ്റേജ് കണക്കാക്കും. മാസ് പെർസെൻറ്റേജ് ആണ് കേട്ടോ. ഇഫ് 10 ഗ്രാം കോമൺ സോൾട്ട് ഈസ് ഡിസോൾവ്ഡ് ഇൻ 90 ഗ്രാം വാട്ടർ, കാൽക്കുലേറ്റ് ദ കോൺസെൻട്രേഷൻ ഇൻ ടേംസ് ഓഫ് മാസ് പെർസെൻറ്റേജ്. എന്തായിരിക്കും? ലായനിയുടെ മാസ് ഓഫ് സൊല്യൂഷൻ എന്ന് പറയുന്നത് 100 ഗ്രാം ആണ്. മാസ് പെർസെൻറ്റേജ് കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് മാസ് ഓഫ് സൊല്യൂട്ട്, ലീനത്തിൻ്റെ മാസ് ബൈ മാസ് ഓഫ് സൊല്യൂഷൻ ആണ്. ലായനിയുടെ മാസാണ്. ഇത് രണ്ടും കൂടി ഡിവൈഡ് ചെയ്യുക, ഇൻറ്റു 100 ചെയ്യുക. അപ്പോൾ ഇവിടെ മാസ് ഓഫ് സൊല്യൂട്ട് എന്ന് പറയുന്നത് 10 ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ബൈ മാസ് ഓഫ് സൊല്യൂഷൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ലായനിയുടെ മാസ് എന്ന് പറയുന്നത് 100 ആണ്. ഇൻറ്റു 100 ചെയ്യുമ്പോൾ 10% കിട്ടും. നെക്സ്റ്റ് 15th ക്വസ്റ്റ്യൻസ് ആണ്. 15th ക്വസ്റ്റ്യൻ നോക്കാം. പ്രകൃതിയിൽ കൽക്കരി രൂപപ്പെടുന്നത് എങ്ങനെയാണ്? കൽക്കരിയുടെ ഏതെങ്കിലും 2 ഉപയോഗങ്ങൾ എഴുതുക. ഹൗ ഈസ് കോൾ ഫോംഡ് ഇൻ നേച്ചർ? റൈറ്റ് എനി 2 യൂസസ് ഓഫ് കോൾ. Coal is formed as a result of the carbonization of plant remains that lie buried in the soil for years. വർഷങ്ങൾക്ക് മുൻപ് മണ്ണിലകപ്പെട്ട സസ്യാവശിഷ്ടങ്ങളിൽ നടക്കുന്ന കാർബണൈസേഷൻ്റെ ഫലമായാണ് കൽക്കരി ഉണ്ടാകുന്നത്. ഇനി ഇതിൻ്റെ യൂസസ് എന്തൊക്കെയാണ്? യൂസ്ഡ് ഡൊമസ്റ്റിക്, ഇൻഡസ്ട്രിയൽ ഫ്യൂവൽ, യൂസ്ഡ് ഫോർ ദ മാനുഫാക്ചർ ഓഫ് കോക്ക്, കോൾ, ടാർ, കോൾ ഗ്യാസ്. ഗാർഹികം അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ വീട്ടിലെ ഉപയോഗത്തിനൊക്കെ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. പിന്നെ വ്യാവസായിക ഇന്ധനമായി ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ കോക്കായിട്ട്, അതുപോലെ കോൾ ടാറായിട്ട് ഉപയോഗിക്കാറുണ്ട്. കോൾ ഗ്യാസ് ആയിട്ട് ഉപയോഗിക്കാറുണ്ട്. നെക്സ്റ്റ് 16 തൊട്ട് 20 വരെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത്. 4 എണ്ണത്തിനാണ് 4 മാർക്ക് വീതമാണ് ഉള്ളത് കേട്ടോ. ഏതെങ്കിലും 4 എഴുതിയാൽ മതി. അപ്പോൾ ആദ്യം ഞാൻ ഇത് മലയാളം മീഡിയത്തിൻ്റെ ആദ്യം കൊടുക്കുന്നുണ്ട്, എന്നിട്ട് ഇംഗ്ലീഷ് മീഡിയത്തിൻ്റെ ക്വസ്റ്റ്യൻ നോക്കാം. ചില ലവണങ്ങളുടെ വ്യത്യസ്ത താപനിലയിൽ 100 ഗ്രാം ജലത്തിൽ തയ്യാറാക്കിയ പൂരിത ലായനിയുടെ ലേയത്വം താഴെ പട്ടികയിൽ തന്നിരിക്കുന്നു. കുറഞ്ഞ താപനിലയിൽ ഏറ്റവും കൂടുതൽ ലേയത്വം കാണിക്കുന്ന ലവണം ഏതാണ്? ഫിഗറിൽ നോക്കുക, ഏതായിരിക്കും? സോഡിയം ക്ലോറൈഡ് ആണ്. ഇനി താപനില വർദ്ധിക്കുമ്പോൾ ലേയത്തിൻ്റെ ഉണ്ടാകുന്ന മാറ്റം എന്താണ്? ഈ ഒരു ലയനത്തിനുണ്ടാകുന്ന മാറ്റം എന്താണ്? വർദ്ധിക്കുന്നു. എന്ത് മാറ്റം ഉണ്ടാകുന്നു? വർധനം. താപനില വർദ്ധിക്കുമ്പോൾ ലയത്തിനുണ്ടാകുന്ന മാറ്റം, ലയത്വം അവിടെ വർദ്ധിക്കുന്നുണ്ട്. അത് നോക്കിയാൽ മതി നിങ്ങൾ. താപനില കൂടുമ്പോൾ അവിടെ എന്താണ് ഉണ്ടാകുന്നത് എന്നുള്ളത്. ഓരോ താപനില കൂടുന്നതിനനുസരിച്ച് അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? ലയത്വം അവിടെ വർദ്ധിക്കുന്നുണ്ട്. ഇനി അടുത്തത് 40 ഡിഗ്രി സെൽഷ്യസിൽ 50 ഗ്രാം ജലത്തിൽ പൊട്ടാസ്യം നൈട്രേറ്റിൻ്റെ ഒരു പൂരിത ലായനി തയ്യാറാക്കാൻ ആവശ്യമായ ലീനത്തിൻ്റെ അളവ് എത്രയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. ക്വസ്റ്റ്യൻ അപ്പോൾ ശ്രദ്ധിച്ച് വായിക്കണം. 40 ഡിഗ്രി സെൽഷ്യസിൽ 50 ഗ്രാം ജലത്തിൽ നിന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 40 ഡിഗ്രി സെൽഷ്യസിൽ 50 ഗ്രാം ജലത്തിൽ പൊട്ടാസ്യം നൈട്രേറ്റിൻ്റെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ആ 40 ഡിഗ്രി സെൽഷ്യസ് നോക്കുക. അതിൽ പൊട്ടാസ്യം നൈട്രേറ്റിന് എത്രയാണ് വേണ്ടത്? 62 ആണ് വേണ്ടത്. അപ്പോൾ നമ്മൾ എഴുതേണ്ടത് എന്താ? 62/100 × 50. അപ്പോൾ 62 പൊട്ടാസ്യം നൈട്രേറ്റ് എടുക്കണം. എന്നിട്ട് വേണം നമ്മളവിടെ എന്ത് ചെയ്യാൻ? ഇതിൻ്റെ ആൻസർ കാണാനായിട്ട്. അപ്പോൾ 62/100 × 15 നമുക്ക് 31 ഡിഗ്രി കിട്ടും. ഇതുപോലത്തെ നമ്മൾ മുമ്പത്തെ ഒരു ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ടാവും, നോക്കുക കേട്ടോ. ഇനി പട്ടികയിൽ കൊടുത്ത ലവണങ്ങളുടെ താപനില മാറുന്നതിനനുസരിച്ച് ലയത്തിൽ വരുന്ന വ്യത്യാസമല്ലാത്ത ലവണം ഏതാണ്? ഏതിനാണ് അധികം വ്യത്യാസം വരാത്തത്? സോഡിയം ക്ലോറൈഡ് ആണ്. സോഡിയം ക്ലോറൈഡിൻ്റെ നേരെ നോക്കിയേ, 36, 36, 36, 37, 37. ബാക്കിയൊക്കെ നല്ല ചേഞ്ചാണ് വരുന്നത്. ക്ലിയർ ആയില്ലേ?
ഫിഗർ തന്നിട്ടുണ്ട്. അപ്പോൾ ഇനി വിച്ച് സോൾട്ട് ഷോസ് ദ മാക്സിമം സോളിബിലിറ്റി അറ്റ് ലോ ടെമ്പറേച്ചർ, ചെറിയ ടെമ്പറേച്ചറിൽ മാക്സിമം സോളിബിലിറ്റി അവിടെ കാണിക്കുന്നത് ഏതാണ്? സോഡിയം ക്ലോറൈഡ് ആണ്. ഫിഗർ നോക്കിയാൽ മനസ്സിലാവും. ഇനി വാട്ട് ഈസ് ദ എമൗണ്ട് ഓഫ്, അപ്പോൾ അവിടെ അത് എന്തുകൊണ്ടാണ് മനസ്സിലാവുന്നത്? 10 ഡിഗ്രി സെൽഷ്യസിൽ ഏറ്റവും വലുത് 21 ആണോ 36 ആണോ 24 ആണോ? 36 അല്ലേ? അതാണ് സോഡിയം ക്ലോറൈഡ് വന്നത്. ഹൗ ഡസ് സോളിബിലിറ്റി ചേഞ്ച് വെൻ ടെമ്പറേച്ചർ ഇൻക്രീസസ്? ടെമ്പറേച്ചർ എന്ത് ചെയ്യുന്നുണ്ട്? ടെമ്പറേച്ചർ ഇൻക്രീസസ്, സോളിബിലിറ്റി ഇൻക്രീസ്. ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ചിട്ട് അവിടെ സോളിബിലിറ്റിയും കൂടുന്നുണ്ട്. അതാണ് 21 തുടങ്ങി 167ലും 36 തുടങ്ങി 37ലും 24 തുടങ്ങി 66ലും എത്തി നിൽക്കുന്നത്. ഇനി സി ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ എമൗണ്ട് ഓഫ് സൊല്യൂട്ട് റിക്വയർഡ് ടു പ്രിപ്പയർ എ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ ഓഫ് പൊട്ടാസ്യം നൈട്രേറ്റ് ഇൻ 50 ഗ്രാം വാട്ടർ അറ്റ് 40 ഡിഗ്രി സെൽഷ്യസ്? അവിടെ ശ്രദ്ധിക്കേണ്ടത് 40 ഡിഗ്രി സെൽഷ്യസിൽ പൊട്ടാസ്യം നൈട്രേറ്റ് ആണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അവിടെ എത്രയാണ് വന്നിരിക്കുന്നത്? 62 ആണ് വന്നിരിക്കുന്നത്. നമ്മൾ ചെയ്യേണ്ട ഇക്വേഷൻ 62/100 ഇൻറ്റു 15. 15 എവിടെ നിന്നാണ് വന്നത്? നൈട്രേറ്റ് 50 യൂസ് ചെയ്യണത്. ഇക്വേഷനൊക്കെ മുമ്പ് ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, അത് നിങ്ങൾ നോക്കുക. മുമ്പത്തെ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ഇതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്, മാസ് ഓഫ് സൊല്യൂഷൻ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം നമുക്ക് 31 ഗ്രാം ആണ് കിട്ടുക. വിച്ച് സോൾട്ട് ഗിവൺ ഇൻ ദ ടേബിൾ ഡസ് നോട്ട് ഷോ മച്ച് ഡിഫറൻസ് ഇൻ സോളിബിലിറ്റി വിത്ത് വാരിയിങ് ടെമ്പറേച്ചർ? അപ്പോൾ ഇവിടെ ഏതിനാണ് അധികം ടെമ്പറേച്ചർ വാരി അല്ലാണ്ട് കാണിക്കുന്നത്? 36, 37 അതാണല്ലോ അധികം ഡിഫറൻസ് ഇല്ലാണ്ട് കാണിക്കുന്നത്. അപ്പോൾ ഇക്വേഷൻ അല്ലെങ്കിൽ ആൻസർ എന്തായിട്ട് വരും? സോഡിയം ക്ലോറൈഡ്, NaCl. 17th ക്വസ്റ്റ്യൻ, കാർബണിൻ്റെ 4 ക്രിസ്റ്റീലിയ രൂപാന്തരങ്ങൾ ഏതെല്ലാം? വാട്ട് ആർ ദ 4 ക്രിസ്റ്റലൈൻ അലട്രോപ്സ് ഓഫ് കാർബൺ? ഏതൊക്കെയാണ്? ഡയമണ്ട്, ഗ്രാഫൈറ്റ്, അതുപോലെ ഫുൾറൈൻ, ഗ്രാഫീൻ. വജ്രം, ഗ്രാഫൈറ്റ്, ഗ്രാഫീൻ, ഫുൾറൈൻ. ഇനി അടുത്തെന്ന് പറയുന്നത് ഇതിലെ വൈദ്യുത ജാലങ്ങളായ രൂപാന്തരങ്ങൾ ഏതെല്ലാം? വിച്ച് ആർ ദ ഇലക്ട്രിക്കലി കണ്ടക്റ്റീവ് അലട്രോപ്സ് ഓഫ് കാർബൺ? ഏതൊക്കെയായിരിക്കും? ഗ്രാഫൈറ്റും ഗ്രാഫീനും. നമ്മൾ ഫിസിക്സിലെ ഓരോ ഇലക്ട്രിക് ഫിഗേഴ്സൊക്കെ പഠിക്കുമ്പോൾ ഗ്രാഫൈറ്റ് അതിൽ കണ്ടിട്ടുണ്ട്. ഇനി വിച്ച് അലട്രോപ്സ് ഈസ് യൂസ് ടു ലൂബ്രിക്കൻ? സ്നേഹികമായിട്ടുള്ള ഉപയോഗിക്കുന്ന രൂപാന്തരം ഏതാണ്? അത് ഗ്രാഫൈറ്റ് ആണ്. 18th ക്വസ്റ്റ്യൻ, ഹൈഡ്രജൻ ഇന്ധനമായി ഉപയോഗിക്കുന്നത് കൊണ്ടുള്ള 2 മേന്മകളും 2 പരിമിതികളും എഴുതുക. റൈറ്റ് 2 അഡ്വാൻറ്റേജസ് ആൻഡ് 2 ലിമിറ്റേഷൻസ് ഓഫ് യൂസിങ് ഹൈഡ്രജൻ ആസ് എ ഫ്യൂവൽ. മേന്മകൾ: ഹൈഡ്രജൻ വായുവിൽ ജ്വലിക്കുന്നതിൻ്റെ ഫലമായി ജലം ഉണ്ടാക്കുന്നതിനാൽ മലിനീകരണ സാധ്യത വളരെ കുറവായിരിക്കും. നെക്സ്റ്റ് വൺ, കലോറിയ മൂലം വളരെ ഉയർന്നതായിരിക്കും. അപ്പോൾ ഏതൊക്കെയാണ് പറഞ്ഞ്? വെൻ ഹൈഡ്രജൻ ഈസ് യൂസ്ഡ് ആസ് എ ഫ്യൂവൽ ദ പോസിബിലിറ്റി ഓഫ് പൊല്യൂഷൻ ഇസ് വെരി ലോ. അത് ഭയങ്കര കുറവായിരിക്കും. സിൻസ് വാട്ടർ ഇസ് ദ ഓൺലി പ്രൊഡക്റ്റ് ഫോംഡ്. കാരണം എന്താണ്? അവിടെ ജലം മാത്രമാണ് ഫോം ചെയ്യുന്നത്. ഇനി അവിടുത്തെ കലോറിയ എന്ന് പറയുന്നത് ഹൈ ആയിരിക്കും. ഇനി അവിടുത്തെ പരിമിതികൾ അല്ലെങ്കിൽ ലിമിറ്റേഷൻ എന്ന് പറയുന്നത് ഹൈഡ്രജൻ സ്ഫോടനത്തോടെ കത്തുന്ന വാതകമാണ്. ഹൈഡ്രജൻ ഇസ് എ ഗ്യാസ് ദാറ്റ് ബേൺ വിത്ത് ആൻ എക്സ്പ്ലോഷൻ. ഇനി സംഭരിച്ച് വയ്ക്കുന്നതിൻ്റെയും വിതരണം ചെയ്യുന്നതിൻ്റെയും പ്രയാസമാണ്. ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു സ്റ്റോർ ആൻഡ് ഡിസ്ട്രിബ്യൂട്ട് ഹൈഡ്രജൻ. ഹൈഡ്രജൻ നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കാനും ബുദ്ധിമുട്ടാണ്, അതുപോലെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനും എളുപ്പമല്ല. പിന്നെ ഹൈഡ്രജൻ എന്ന് പറയുന്നത് എക്സ്പ്ലോഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? സ്ഫോടനത്തോടു കൂടി കത്തുന്നതാണ്. ഓക്കെ. 19th ക്വസ്റ്റ്യൻ, മോളിക്കുലർ ഫോർമുല ഓഫ് സം ഹൈഡ്രോ കാർബൺസ് ആർ ഗിവൻ ബിലോ. ഏതാനും ഹൈഡ്രോ കാർബണുകളുടെ തന്മാത്രാ സൂത്രം ചുവടെ നൽകിയിരിക്കുന്നു. അതാണ് അവിടെ തന്നിരിക്കുന്നത്. C3H8, C4H8, C4H10, C3H6. വിച്ച് അമംഗ് ദീസ് ആർ ആൽക്കെയിൻസ്? ഇതിലെ ഏതാണ് ആൽക്കെയിൻസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൽക്കെയിൻസ് ഏതൊക്കെയാണ്? C3H8ഉം ആൽക്കെയിൻസ് ആണ്. അതുപോലെ തന്നെ ഇവിടെ C4H10ഉം ആൽക്കെയിനാണ്. ഇതിൽ ആൽക്കെയിനുകൾ ഏതെല്ലാം? അതാണ് നമ്മൾ പറഞ്ഞത് കേട്ടോ. എങ്ങനെയാണ് ആൽക്കെയിൻ എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കുക? ആൽക്കെയിൻ്റെ ഫോർമുല എന്ന് പറയുന്നത് CnH2n+2 ആണ്. അപ്പോൾ ഇവിടെ C3 ആണെങ്കിൽ H എന്ന് പറയുന്നത് 2n+2 ആണ്. എന്ന് പറഞ്ഞാൽ 2 × 3 + 2 ആണ്. 2 × 3 6 + 2 8. അപ്പോൾ H 8 ആണ്. അപ്പോൾ അത് ആദ്യം വരുന്നിരിക്കുന്നത് C3H8ൽ ആ ഒരു ഇക്വേഷൻ ഓക്കെ ആണ്. ഇനി അടുത്തത് നോക്കുക. C4H8ൽ C4 എന്ന് പറയുന്നത് അവിടെ N ആണ്. Hൻ്റെ അവിടെ എന്ത് വേണം? 2n+2 വേണം. 2n എന്ന് പറഞ്ഞാൽ 2 × 4 8. 8 + 2 എന്ന് പറയുന്നത് 10. അവിടെ C4 ആണെങ്കിൽ H10 വേണം. അപ്പോൾ രണ്ടാമത്തെ തെറ്റാണ്, മൂന്നാമത്തെ ശരിയാണ്. അങ്ങനെയാണ് ആൽക്കെയിൻ അത് രണ്ടാമെന്ന് മനസ്സിലായത്. ലാസ്റ്റത്തിൽ നിങ്ങൾ ഇതുപോലെ നോക്കിക്കോ, അതും തെറ്റായിരിക്കും കേട്ടോ. ഇനി വാട്ട് ഈസ് ദ ജനറൽ ഫോർമുല ഓഫ് ആൽക്കീൻ? ആൽക്കീൻ്റെ ഫോർമുല ചോദിച്ചിരിക്കുന്നത്. ഇത് CnH2n+2 ആയിരുന്നു ആൽക്കെയിൻ. ആൽക്കീൻ എന്ന് പറയുമ്പോൾ +2 എടുത്ത് കളയുക. CnH2n ആയി. ഇനി write the molecular formula of alkene having 4 carbon atom. ഇനി 4 കാർബൺ ആറ്റങ്ങളുള്ള ആൽക്കീൻ്റെ തന്മാത്ര സൂത്രണം എഴുതാൻ. ആൽക്കീൻ അല്ല, ആൽക്കൈൻ്റെ കേട്ടോ. ആദ്യം ആൽക്കെയിൻ, പിന്നെ ആൽക്കീൻ, പിന്നെ ആൽക്കൈൻ. മനസ്സിലായില്ലേ? അപ്പോൾ അത് എത്രയായിരിക്കും? അതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് കാർബൺ 4 ആണെങ്കിൽ ആൽക്കൈൻ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ശ്രദ്ധിക്കേണ്ട കാര്യം, ആദ്യം നമ്മൾ ആൽക്കെയിൻ പഠിക്കുമ്പോൾ അവിടുത്തെ ഇക്വേഷൻ എന്തായിരുന്നു? CnH2n+2 ആയിരുന്നു. ഇവിടെ ആൽക്കൈൻ പഠിക്കുമ്പോൾ നമ്മൾ പഠിച്ചത് CnH2n-2 ആണ്. ഓക്കെ. അപ്പോൾ ഇവിടെ 4 കാർബണാറ്റ് ആകുമ്പോൾ H എത്ര വരും? Cn. N എന്ന് പറയുന്നതാണ് എത്ര? 4. അപ്പോൾ H2n-2 എന്ന് പറയുമ്പോൾ 2 × N. 2 × 4 8. 8 - 2 6. അപ്പോൾ
C4 ആകുമ്പോൾ H6 ആണ് വരിക. അത് നിങ്ങൾ എഴുതി വയ്ക്കുക. ഇനി ഈ ആൽക്കൈൻ്റെ പേരെന്താണ്? ഈ ആൽക്കൈൻ്റെ പേരെന്താണ്? C എത്ര എണ്ണം ഉണ്ട്? 4 എണ്ണം. അപ്പോൾ അവിടെ എന്താ വരിക? ബ്യൂട്ടെയിൻ. എങ്ങനെയാണ് ഈ പേര് വരിക എന്നുള്ളതാണ് കാണിക്കുന്നത് കേട്ടോ. എല്ലാം ഡിസ്കസ് ചെയ്യാൻ നമുക്കിതിൽ പറ്റില്ല, സമയമില്ല. എന്നാലും ഞാൻ ജസ്റ്റ് പറഞ്ഞുതരാം. ആൽക്കെയിൻ ഒരു ബോണ്ട് ഉള്ളതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു കാർബൺ 1 ആണെങ്കിൽ അവിടെ മെത്ത് എന്ന് എഴുതും. പിന്നെ ഒരു ബോണ്ടാണെങ്കിൽ അവസാനം എഴുതിയ പോലെ ANE. അതല്ല അവിടെ 2 ബോണ്ട് വരുന്നുണ്ടെങ്കിൽ അവസാനം ANE മാറ്റി ENE ആക്കും. ആൽക്കീനിലെ ENE. ഇനി അവിടെ 3 ബോണ്ട് വരുന്നുണ്ടെങ്കിൽ ആ ENE നിങ്ങൾ മാറ്റി YNE ആക്കണം. ആൽക്കൈനിലെ YNE. മനസ്സിലായില്ലേ? എല്ലാത്തിലും മെത്ത്, എത്ത്, പ്രോപ്പ് അങ്ങനെയാണ് വരിക. ഒരു കാർബൺ ആണെങ്കിൽ മെത്തെയിൻ. ഓക്കെ, അപ്പം മെത്ത് അത് പഠിച്ചു വയ്ക്കുക. 2 കാർബൺ വരുന്നുണ്ടെങ്കിൽ എത്ത്. പിന്നെ ANE ENE YNE അവിടെ വരുന്ന ബോണ്ട് വരകൾ നമ്മളിങ്ങനെ വരയ്ക്കില്ലേ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്, അതിനനുസരിച്ച് മാറും. 3 കാർബൺ ആണെന്ന് വെച്ചാൽ പ്രൊപ്പ്, 4 ആണെങ്കിൽ ബ്യൂട്ട്, 5 ആണെങ്കിൽ പെൻറ്റ്, 6 ആണെങ്കിൽ ഹെക്സ്, 7 ആണെങ്കിൽ ഹെപ്റ്റ്, 8 ആണെങ്കിൽ ഒക്റ്റ്, 9 ആണെങ്കിൽ നണ്ണ്, 10 ആണെങ്കിൽ ഡെക്ക്. ഓക്കെ, ഇത് നിങ്ങൾ ഒന്നും അറിയില്ലെങ്കിൽ ഇതെങ്കിലും പഠിച്ചു വയ്ക്കുക. 20th ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് C6H12 എന്ന തന്മാത്രാ സൂത്രമുള്ള വലയ സംയുക്തത്തിൻ്റെ ഘടനാവാക്യം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. എ സൈക്ലിക് ഹൈഡ്രോ കാർബൺ ഹാസ് എ മോളിക്കുലർ ഫോർമുല C6H12. ഡ്രോ ദ സ്ട്രക്ചർ ഓഫ് ദിസ് കോമ്പൗണ്ട്. അപ്പോൾ അതിൻ്റെ സ്ട്രക്ചർ താഴെ വരച്ചിട്ടുണ്ട് കേട്ടോ. എത്ര കാർബണാണ്? 6 കാർബൺ വരുന്നുണ്ട്. ഒരു കാർബണിന് 4 ഹൈഡ്രജൻ ഉണ്ടായിരിക്കും. ഓക്കെ, 4 വരകൾ ഉണ്ടായിരിക്കും. അത് നിങ്ങൾ ശ്രദ്ധിക്കുക. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വരച്ചേക്കാം. ഇനി ഇതേ തന്മാത്രാ സൂത്രമുള്ള ഓപ്പൺ ചെയിൻ ഹൈഡ്രോ കാർബണിൻ്റെ കണ്ടൻസൻ ഫോർമുല എഴുതുക. അവിടെ നമ്മൾ എഴുതിയിട്ടുണ്ട്, അതുപോലെ തന്നെ നിങ്ങൾ എഴുതി വയ്ക്കുക. ഇത് പല രീതിയിൽ വരുന്നുണ്ട്. ആ വരകൾക്കനുസരിച്ച് നമ്മുടെ ഹൈഡ്രജൻ്റെ എണ്ണമൊക്കെ മാറും. നമുക്കത് ഡിസ്കസ് ചെയ്യാനുള്ള സമയമില്ല. അപ്പം നിങ്ങൾ ആൻസേഴ്സ്, നിങ്ങൾക്കത് പഠിക്കാനുള്ള ടൈമില്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഈ ആൻസേഴ്സ് എങ്കിലും പഠിച്ചു വയ്ക്കുക. ഇനി നെക്സ്റ്റ് സി ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഗിവ് ദ നെയിം ഓഫ് ദീസ് 2 കോമ്പൗണ്ട്. ഈ 2 കോമ്പൗണ്ടിൻ്റെ പേര് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടത് ആ ചിത്രങ്ങളൊന്ന് പഠിച്ചു വയ്ക്കുക. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ കോമ്പൗണ്ടിൻ്റെ പേര് സൈക്ലോ ഹെക്സൈൻ. ഹെക്സൈൻ ANE ആണ് ലാസ്റ്റ്. കാരണം എന്താണ്? ആ സൈക്കിൾ പോലെ നമ്മൾ അവസാനം വരച്ചിരിക്കുന്ന പിക്ചർ കണ്ടോ? അതിലൊക്കെ ഒരു ബോണ്ടേ ഉള്ളൂ. അപ്പോൾ ANE. അത് സൈക്കിൾ പോലെയാണ്. അവിടെ 6 കാർബൺ ഉണ്ട്. അപ്പോൾ ഹെക്സ് വന്നു. അപ്പോൾ സൈക്ലോ ഹെക്സൈൻ. അടുത്തത് നമ്മൾ ബിയുടെ ആൻസർ എഴുതിയിരിക്കുന്നതിൽ 2 വരകൾ വന്നില്ലേ? അത് ഡബിൾ ബോണ്ട്. 2 വര എവിടെയെങ്കിലും വരികയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതവിടെ മാറി ANE മാറി ENE ആവും. പിന്നെ നമ്മൾ നേരെയാണ് കണ്ടൻസ്ഡ് ഫോർമുലയുടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അവിടെ എത്ര എണ്ണം ഉണ്ട്? കാർബൺ 6 എണ്ണം. അപ്പോൾ ഹെക്സീൻ വരും. ക്ലിയർ ആയില്ലേ? ഇനിയും നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും കമൻറ്റ് സെക്ഷനിൽ പറയാം. അപ്പോൾ വേണമെങ്കിൽ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ട് ഒന്നും കൂടി വീഡിയോ ഇടാം. പിന്നെ അത് മാത്രമല്ല, നമ്മൾ 8th സ്റ്റാൻഡേർഡിലും ഇത് വളരെ നന്നായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ അതിൻ്റെ വീഡിയോ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. താങ്ക്